ടെക്നീഷ്യൻ ലെവല് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ITകളിൽ ഒത്തിരി സാധ്യതകളുള്ള കോഴ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെ മൊത്തം യന്ത്രങ്ങൾ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് അതിൻ്റെതായ ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പൈപ്പിംഗ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വലിയൊരു ഒരു റിഫൈനറിയിലോ അങ്ങനെയുള്ള ഒരു വലിയ ഇതിൽ ഒരു പൈപ്പിംഗ് സ്ട്രക്ചർ പണിഞ്ഞെടുക്കണമെങ്കിൽ അത് പലതരം പൈപ്പുകൾ തമ്മിൽ യോജിപ്പിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ യോജിപ്പിക്കാനായിട്ട് നമ്മൾ വെൽഡിങ് എന്നൊരു പ്രോസസ്സാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിനെപ്പറ്റി പഠിക്കാനും അത് നമുക്ക് ആ പഠിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ജോലി സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽഡർ എന്നൊരു ട്രേഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ജോലി സാധ്യതയുള്ളൊരു കോഴ്സുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അറിഞ്ഞിരിക്കാൻ പറ്റിയ നമുക്കൊരു എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാനാണെങ്കിലും നമുക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നതാണ് വെൽഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്നും അതുപോലെ തന്നെ ഒരു വെൽഡർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സേഫ്റ്റി മെഷർമെൻറ്റ്സ്, നമ്മൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സും പിന്നെ ഒരു 1-2 ടൈപ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ടൈപ്പ് വെൽഡിങ്സിൻ്റെ കുറച്ച് ആനിമേഷൻ പോലുള്ള വീഡിയോകളും ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽഡിങ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഈ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പുറത്തോട്ട് നോക്കിയാലും ഒരു സ്ട്രക്ചർ വർക്കും റൂഫിങ്ങിൻ്റെ വർക്കും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ആർക്ക് വെൽഡിംഗ് എന്താണ്. ഓക്കെ, അത് ചിലപ്പം നമുക്ക് പറഞ്ഞ ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ മെഷീനും അത് ചെയ്യുന്ന രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഗ്യാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് വെൽഡിംഗ്. അതിൻ്റെ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് കട്ടിംഗ് ഉണ്ട്, അതും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 ടൈപ്പ് വെൽഡിംഗ് ആണ് മിഗ് വെൽഡിങ്ങും അല്ലെങ്കിൽ ടിഗ് വെൽഡിങ്ങിന് 2 വെൽഡിംഗ് ഉണ്ട്. അപ്പം ഈ 4 ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ പറ്റി പിന്നെ ഇതല്ലാതെ അല്ലാതെ ഒത്തിരി വെൽഡിംഗ് ഉണ്ട്. ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, അതുപോലെ ലേസർ ബീം വെൽഡിംഗ്, പിന്നെ ഫ്രിക്ഷൻ വെൽഡിംഗ്, ഇങ്ങനെ ധാരാളം വെൽഡിങ്ങിനെ പറ്റിയുണ്ട്. അപ്പം ആ വെൽഡിങ്ങിനെ പറ്റിയുള്ള നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ അത് നല്ല രീതിയിൽ അത് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റിയുള്ള നല്ല അറിവ് നേടിയെടുക്കാനുമായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മളൊരു വെൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റിയാണ്, നമ്മുടെ സുരക്ഷ. ഇപ്പം നമ്മൾ സുരക്ഷ ശ്രദ്ധിക്കാതെ നമ്മൾ ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം ഇത് ഒത്തിരി ചില അപകടം പിടിച്ച പണിയും ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം ഒഴിവാക്കാൻ സാധ്യതയായിട്ടുള്ളൊരു ഇതാണ്. അപ്പം എന്താണ് വെൽഡിങ്ങിൻ്റെ സേഫ്റ്റി, നമ്മൾ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണ് വെൽഡിങ്ങിൽ നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വീഡിയോ വഴി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത്, വെൽഡിങ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് വെൽഡിങ് ചെയ്യാനായിട്ട്. നമ്മൾ വെൽഡിങ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം സ്പേസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇടുങ്ങിയ സ്ഥലത്തും വരുന്ന ഒരു വെൽഡിങ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർമാൻ്റെ കഴിവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാനും പാടില്ല. നമുക്ക് അങ്ങനെ അത്രയും വലിയ ഇതുകൊണ്ട് നമുക്കൊരു സൂപ്പർ പവർ ഉണ്ടെന്നൊന്നും ആരും ചിന്തിക്കരുത്. അപ്പം നമ്മൾ ഈ സുരക്ഷകളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു വെന്റിലേഷൻ ആവശ്യമാണ്. നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു പ്രോപ്പർ വെന്റിലേഷൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വെൽഡിങ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് വെന്റിലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ബേസിക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. നമുക്ക് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക്
ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേണ്ട ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് സി ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ടൈപ്പ് സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിന് ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഒക്കെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റിങ്ക്വിഷർ ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ഉണ്ട്. അതിൽ ടൈപ്പ് സി ആണ് നമ്മൾ ഈ കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണം, അതുപോലെ തന്നെ സ്പേസ് വേണം, വെന്റിലേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബി കെയർഫുൾ ദ മെഷീൻ ഹാസ് നോ ബ്രെയിൻ യൂസ് യുവർ ഓൺ. അതായത് മെഷീൻസിന് എന്ന് പറയുമ്പോൾ ഇതില്ല, എന്താ ബ്രെയിൻ എന്ന് പറയുന്ന കാര്യങ്ങളില്ല. അത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതെല്ലാം സേഫായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം, രണ്ടാമത്തെ വീഡിയോ. ഓക്കെ, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള റിസ്ക്, എന്തൊക്കെ റിസ്ക് ഇൻക്ലൂഡഡ് ആണ് നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ അടങ്ങിയിട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഷോക്ക് ആണ്. ഇലക്ട്രിക് ഷോക്ക് ഒരു സാധ്യതയുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പരിക്കുകൾ, നമുക്ക് മുറിവുകളും അതുപോലെ തന്നെ പൊള്ളലുകളും ഒക്കെ ഏൽക്കാനായിട്ടുള്ള ഒരു ഇത് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ബേൺസ് ആണ്. പൊള്ളലുകളും മുറിവുകളും ഒക്കെയാണ് ഏറ്റവും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഒത്തിരി വേദന വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പം നമുക്ക് വെൽഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതെയും അതുപോലെ തന്നെ പൊള്ളല് ഇതെല്ലാം ഏൽക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആർക്ക് വെൽഡിങ് എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒത്തിരി ഇത് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലൗസ്, സേഫ്റ്റിയുടെ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ണട, നമ്മുടെ സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, സേഫ്റ്റി ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്, സേഫ്റ്റി ഷൂ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സേഫ്റ്റി നമ്മൾ ഇത് വെക്കുക എന്ന് പറയുമ്പോൾ സേഫ്റ്റി മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതേപോലെ ഫിൽറ്റർ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മുടെ കണ്ണ് കാണുന്ന പോലെ. ആ ഫിൽറ്റർ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ UV റേസിനെയും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ആയിട്ടുള്ള റേസിനെയും ഒക്കെ നമ്മുടെ കണ്ണ് ഏൽക്കാതെ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് റെഡ്നെസ് ആവുകയും അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നമാവുകയൊക്കെ വരുന്നതാണ്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് എന്ന് പറയുന്നതാണ് ഈ ഹെൽമെറ്റ് പോലത്തെ ഒരു എക്യുപ്മെൻ്റ് ആണ് വെൽഡിങ് ഹെൽമെറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫിൽറ്റർ മെറ്റലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിങ്ങിനെ നമ്മളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ ഫ്യൂവൽ ആണ് മെയിനായിട്ട് ഒരു യൂസ് ചെയ്യുന്ന ഒരു വെൽഡിങ്ങിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് ഓക്സിജൻ്റെ കൂടെ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്യാസ് വെൽഡിങ് നടത്തുന്നത്. അപ്പം ഓക്സിജൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് വെൽഡിങ്ങും ഉണ്ട്, ഗ്യാസ് കട്ടിങ്ങും ഉണ്ട്. ഗ്യാസ് കട്ടിങ് നടത്തുന്നുണ്ട്, ഗ്യാസ് വെൽഡിങ്ങും നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഗ്യാസ് കട്ടിങ് എന്നാന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അതിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെയ്ഡായിട്ടുള്ള ഫിൽറ്റർ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റേസ് നമ്മുടെ കണ്ണിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതായത് ഓപ്പറേറ്റർ മസ്റ്റ് ബി ഷെയ്ഡഡ് ഗോഗിൾസ്, അതായത് ഷെയ്ഡ് നമ്മൾ ഈ ഫിൽറ്റർ വരുന്ന ഷെയ്ഡായിട്ടുള്ളത് അങ്ങനെയുള്ള കണ്ണാടകൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതുപോലത്തെ മാസ്ക് കിട്ടും, നമ്മൾ ഹെൽമെറ്റ് കിട്ടും, നമ്മൾ ആ ഹെൽമെറ്റിൽ തന്നെ വരുന്നത് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്മെല്ലും ഇതെല്ലാം നമുക്ക് ഡേഞ്ചറാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെയും ഈ വേറെ ഗ്യാസിൻ്റെയും സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ ചെയ്ത് എപ്പോഴും വെക്കുക. അത് ചെയിനായിട്ട് വെക്കുക, ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജൻ. ഓക്കെ, ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നല്ലൊരു രീതിയിലുള്ളൊരു പ്രഷറാണ് അതിൽ ഉള്ളത്. അപ്പോൾ അതെങ്ങാനും ഒരു മിസ്റ്റേക്ക് കാരണം എന്തെങ്കിലും തെറ്റി നമ്മുടെ ഒരു അശ്രദ്ധ കാരണം അതെന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മിസൈൽ തകരുന്ന പോലുള്ളൊരു രീതിയിലുള്ളൊരു ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അത് ചേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അത് മറിഞ്ഞ് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് അസെറ്റിലിൻ സിലിണ്ടറും, അതും നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡ്രസ്സിലുള്ള പൊടിയൊക്കെ നമ്മൾ തൂത്ത് കളയാനായിട്ടും അല്ലെങ്കിൽ എയർ അടിച്ച് കളയാനായിട്ടൊന്നും ഈ ഓക്സിജൻ്റെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓയിലും നമ്മുടെ ഓക്സിജനും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോൺക്രീറ്റും ഓക്സിജനും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതെല്ലാം എന്താ പറയുന്നത്, എക്സ്പ്ലോഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തെങ്കിലും കോൺക്രീറ്റുമായിട്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹീറ്റ് എക്സ്പാൻഡ് ചെയ്ത് അത് എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ എക്സ്പ്ലോസീവ് ഒക്കെ ആയിട്ട് തകർന്നു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഓക്കെ, ഇനിയും നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്നുണ്ട്, ഒരു കട്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അതിൻ്റെ ആ റേസ് വരുന്നത് നമ്മുടെ ഓക്സിജൻ ആ ടാങ്കിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാക്കുക, അപകടം മനസ്സിലാക്കുക, നമ്മൾ അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ കളർ കോഡനാണ് നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. അതിൽ ഓക്സിജൻ്റെ ടാങ്കിന് ഗ്രീൻ, അല്ലെങ്കിൽ അതിൻ്റെ ഹോസ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലായിരിക്കും. ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് റെഡ് ഹോസിലായിരിക്കും. നമ്മളിപ്പോൾ അസെറ്റിലിൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വെൽഡിങ്ങിനകത്ത്, അതുപോലെ തന്നെ അത് കളർ കോഡിലായിരിക്കും. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്, നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, വെൽഡിങ് സേഫ്റ്റി. നമ്മൾ വെൽഡിങ്ങിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക. ഫയർ പ്രൊട്ടക്ഷൻ, അതായത് സ്പാർക്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ വെൽഡിങ്. അതായത് നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സ്പാർക്കുകൾ ഉണ്ടാകുന്നു. ആ സ്പാർക്കെല്ലാം വന്നിട്ടാണല്ലോ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ആ സ്പാർക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അത് കാരണം ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തന്നെ ഉപയോഗിക്കുക. സി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന് ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് സി ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വെൽഡിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റിയിൽ കൂടുതലായിട്ട് നമ്മളത് ഉപയോഗിക്കരുത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ ഒരു കപ്പാസിറ്റിയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ അതിൻ്റെതായ സേഫ്റ്റി മെഷർമെൻറ്റ്സ്, നമ്മുടെ ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഗ്ലൗസ്, പിന്നെ കണ്ണാടി, അതുപോലെ തന്നെ ജാക്കറ്റ്, ലെതർ ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ടും നമ്മൾ ഉപയോഗിക്കുക. കാരണം പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഓൾ സ്കിൻ ഏരിയാസ് നീഡഡ് ടു ബി പ്രൊട്ടക്റ്റഡ്, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പം ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇരുമ്പെന്ന് പറയുന്നത് ഉരുകി നമ്മുടെ ദേഹത്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വെൽഡിങ് ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റിൽ തീപ്പെട്ടി, ലൈറ്റർ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുപോകാതെ ശ്രദ്ധിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് വെൽഡിങ് ചെയ്യാൻ പാടില്ല. നനഞ്ഞ സർഫസിൽ നിന്ന് ഒരിക്കലും വെൽഡിങ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യത അതിൽ നിന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് എക്യുപ്മെന്റ്, അതായത് നമ്മൾ ഒരിക്കലും ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഒന്നും ഇട്ടുകൊണ്ട്, അതായത് അയഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നമ്മൾ വെൽഡിങ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നീളമുള്ള മുടികൾ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രൈൻഡിങ് പ്രോസസ്സിലൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നീളമുള്ള മുടി ഇത് ഗ്രൈൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രൈൻഡിങ് വീലിലേക്ക് നമ്മുടെ മുടി പോയിട്ട് അത് ഡാമേജ് ഉണ്ടാകാനും പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത